ഹായ് ഹന. ഹായ്. ഹന ഫാത്തിം. ഹന ഫാത്തിം. ഇടയ്ക്ക് ഈ വൈറലായ സമയത്ത് ആ ശരിക്കും ശരണ്യ വന്ന് ഇന്റർവ്യൂ ചെയ്തു. ആ ഞാൻ വരേണ്ട ഇന്റർവ്യൂ ആയിരുന്നു അല്ലേ? അതെ, മനസ്സിൽ അങ്ങനെയാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ച. ആ അപ്പോൾ എന്നിട്ട് അത് നടക്കാതെ പോയി. അല്ല, ആ ചേച്ചി വന്നു, ഇന്റർവ്യൂ ചെയ്തു. ഇപ്പം നമ്മളിരുന്നില്ലേ? അതെ, അതാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അതാണ്. ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. ആ, പാട്ടിൻ്റെ വഴി പറയൂ, ഇവിടം വരെ എത്തിയത് എങ്ങനെയാ? അത് കൊച്ചിലെ തൊട്ട് മ്യൂസിക് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു. വാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാപ്പിയുടെ ഫാമിലിയിൽ വാപ്പിയുടെ വാപ്പിയൊക്കെ പാടുമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായതുകൊണ്ട് എന്നെ കൊണ്ടുവിട്ടു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ വൈറലായി എന്ന് പറഞ്ഞില്ലേ, അത് കോവിഡ് ടൈം ആയിരുന്നു. തുളസിക്കതിർ എന്ന് പറയുന്നൊരു പാട്ടായിരുന്നു. സർജൻ സാർ എൻ്റെ അനിയത്തിയുടെ പ്രിൻസിപ്പളാണ്, എൻ്റെ സാറുമായിരുന്നു. സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നു തുളസിക്കതിർ. അങ്ങനെ പാടി നമ്മൾ വിചാരിക്കാത്ത പോലെ ആയിരുന്നു അത് കയറിപ്പോയത്. അത് നമ്മുടെ മറ്റേ സോക്കോൾഡ് തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്ക് ആ പാട്ടാണ്. അപ്പം അതിനകത്ത് അത് ഒത്തിരി ആൾക്കാർ പാടിയിട്ടുള്ള പാട്ടാണ്. പക്ഷെ അതിനകത്ത് ഞാൻ പാടിയപ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ തട്ടിട്ട് പാടുന്നു, അതങ്ങ് ആൾക്കാർ അങ്ങനെ പറഞ്ഞു. പിന്നെ അത് എഴുതിയതാരാന്ന് ശരിക്കും ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ശരണ്യ ചേച്ചിയൊക്കെ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത. സഹദേവൻ എന്ന് പറയുന്നൊരു ചേട്ടൻ എഴുതി. അങ്ങനെ അതും ഒരു കണ്ടൻ്റായി. അതെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ പോയി സംസാരിക്കുന്ന വീഡിയോ ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സമയത്തുള്ളത്. അതൊക്കെ അല്ലാതെ മ്യൂസിക് എങ്ങനെയാ പഠിച്ചിട്ടുണ്ടോ? മ്യൂസിക് ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ച് നാളായി. ശുഭ രഘുനാഥ് എന്ന് പറയുന്നതാണ് എൻ്റെ ഗുരു. ഇതൊക്കെയാണ് മ്യൂസിക്കൽ ജേണി. മ്യൂസിക്കൽ ജേണി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ. പാട്ട് എങ്ങനെയാ ഇതുവരെ എത്തിയത്? ഈ വേദിയിൽ എത്തണമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞില്ലേ, അപ്പോഴാണ് എന്നെ 2-3 പേരെല്ലാം അറിഞ്ഞു തുടങ്ങിയത്. അമൃത TV തന്നെ എനിക്ക് കുറച്ച് വേദികൾ തന്നിട്ടുണ്ട്, റെഡ് കാർപ്പറ്റ്. അങ്ങനെയാണ് ഈ മുഖം പതിഞ്ഞത്. അതെ, അത് ഈ ഷോയ്ക്ക് കുറച്ചുകൂടെ ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ പഠിക്കുന്നതാണല്ലോ, പഠിച്ചത് എങ്ങനെയാ? ഇപ്പം ഇതല്ലാതെ ഒരു ചെറുപ്പത്തിലെ ഏത് വയസ്സ് മുതൽ? ഇപ്പോഴും ചെറുപ്പമാണ് കേട്ടോ, ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതല്ലേ ഉള്ളൂ. ഏത് ക്ലാസ് മുതലാണ് പഠിച്ചു തുടങ്ങി? 5 വയസ്സ് തൊട്ട് ഇരുന്ന് തുടങ്ങി. 5 കേൾക്കുമായിരുന്നു. 7 വയസ്സ് തൊട്ടൊക്കെ നമുക്കത് അങ്ങോട്ടിപ്പം സരിഗമ പദനിസ അത് തിരിച്ച് നമ്മൾ അങ്ങനെ പാടണ്ടേ. അപ്പോൾ എൻ്റെ അറിവിൽ ആ ഒരു സമയത്ത് ഞാൻ തിരിച്ചു അങ്ങനെ പാടിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഭയങ്കര പാവം കൊച്ചായിട്ടാണല്ലോ ഇരിക്കണേ. അവിടെ കോളേജിൽ ചെല്ലുമ്പോഴൊക്കെ ഇതേപോലെയാണ്? അയ്യോ അല്ല, അവരെന്നോട് ചോദിക്കും, നീ എങ്ങനെയാ അത്രയും പാവമായിട്ട് അവിടെ നിൽക്കുന്നതെന്ന്. അപ്പൊ കൂട്ടുകാരെ കൊണ്ടുവന്നിരുന്നേ അറിയാമായിരുന്നല്ലേ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത്? അവിടുത്തെ അടിച്ചുപൊളിയാണ്. ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പാവത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരല്ലേ എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് എന്തും ചെയ്യാലോ. വീട്ടിലും അത്യാവശ്യം അടിയൊക്കെ ഉണ്ടാക്കും. അടി എന്ന് പറയുമ്പോൾ ദേഷിക്കൊക്കെ ചെയ്യും. ഒറ്റ ആളേ ഉള്ളോ? അല്ല, എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പൊ പൂരടിയായിരിക്കും അല്ലേ? അവളാണോ വഴക്കാളി? ഇല്ല, എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഉമ്മി എപ്പോഴും പറയും, ചുച്ചു മാറി നിൽക്കുക, അവൾക്ക് ആ ഒരു പ്രായത്തിൻ്റെ പക്വത ഞാൻ കാണിക്കത്തില്ല എന്ന്. അത് ശരിയാണ്, ഞാൻ കാണിക്കാത്തതുകൊണ്ടാണ് അടി ഉണ്ടാവുന്നത്. അപ്പം കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അനിയത്തിയുടെ പേര് ഹംദ ഫാത്തിം. ഹംദ കുറ്റം സമ്മതിച്ചു. ഇനി കുറ്റവാളി നമുക്ക് ശിക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വിഷമമൊക്കെ വന്നിട്ട് ഉമ്മയെടുത്ത് അടി കൂടുവോ? ഇല്ല, നമുക്കറിയാം കാര്യം എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിഷമം വരും. എന്ന് വെച്ചാൽ ചില ഇളയ ആൾക്കാരെ ആയിരിക്കുമല്ലോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവള് ചെയ്യുന്ന തെറ്റിന് എന്നെയും കൂടെ ആയിരിക്കും വഴക്ക്. അതെല്ലായിടത്തും ഉള്ളതാണ്. ഇളയ ആൾക്കാർക്കും കൂടുതൽ വഴക്ക് കിട്ടും. ഇളയ ആളായാൽ നമുക്ക് മനസ്സിലാവും. അതെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് പല രീതിയിൽ വരും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് മാറിയൊക്കെ വരും. പക്ഷെ ഇളയാളെ നമ്മൾ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ? അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഈ പാട്ടിൽ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു ഷോയാണിത്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ അധ്വാനിക്കണം എന്ന് വെച്ചാൽ തലകുത്തി മറിയണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഷോ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു, ഓരോ റൗണ്ടും അങ്ങനെ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ മറികടക്കാനുള്ള ശേഷിയുണ്ടോ കുട്ടിക്ക്? ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് അവിടെ കൊടുക്കും. പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വർത്താനം പറയുമ്പോൾ കുറച്ച് പറയുമെങ്കിലും നമ്മൾ പണി ഭയങ്കര ഭീകരമായിട്ട് എടുക്കും അല്ലേ? അങ്ങനെയൊന്നുമല്ല, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല.
പക്ഷെ എന്നെക്കാട്ടിലും കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട് ഇവിടെ തന്നെ. അപ്പം ഞാൻ അങ്ങനെ ഒരിക്കലും എന്നെ തന്നെ പറയത്തില്ല, പക്ഷെ ഞാൻ നല്ലതായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ, ഡിഫറെൻറ്റ് ജോണേഴ്സ് ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോണേഴ്സ്. എനിക്ക് ബേസ് വലുതായിട്ട് പറ്റത്തില്ല, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് നമ്പർ, സെമി ക്ലാസിക് കുഴപ്പമില്ല, മെലഡിയും കുഴപ്പമില്ല. കുറച്ചുകൂടെ ഹൈയിൽ കീറി ശബ്ദം കിട്ടും അല്ലേ, ആ, ആൾക്കാരെയൊക്കെ നമ്മൾ കോരിത്തരിപ്പിക്കും. കുഴപ്പമില്ല. ആ, സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് മാത്രമല്ല കൈയടി കിട്ടുക, വേൾഡ് വൈഡ് ആണ് കൈയടി കിട്ടുക. ഇൻഷാല്ലാ. അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. എങ്കിൽ ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ അങ്ങനത്തെ ആക്റ്റീവായിട്ട് ഫേസ്ബുക്ക് കുഴപ്പമില്ല, പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ല. ഫേസ്ബുക്കിൽ പാട്ടാണ് ഇടുന്നത്? ആ, പാട്ടിടും. എനിക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതല്ല, അത് നമ്മുടെ ഒരു ഇക്കായ അതൊക്കെ. അത് എന്നോട് പറയും, നീ എപ്പോഴും ആക്റ്റീവാണ്, എനിക്ക് പാട്ടിട്ടെന്നാൽ മതി, അയക്ക പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ്. അങ്ങനെ ആയിക്ക അത് ഹാൻഡിൽ ചെയ്യുന്നോണ്ട് അതിന് ഒരു 47K ഉണ്ട്. ചുരുക്കം പറഞ്ഞ സുഹൃത്തുക്കളെ ഇപ്പൊ തന്നെ ഇൻസ്റ്റാ പേജ് ഹാൻഡിൽ ചെയ്യാൻ ഒരാൾ ഏർപ്പാടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് ടിസ്റ്റ് ചെയ്ത് ഫേസ്ബുക്ക് അല്ല, അങ്ങനെ അല്ല, നമ്മുടെ ഒരു ഇക്കായ എന്നെ പാട്ടൊക്കെ പാടിപ്പിക്കാൻ ഷെഫിക്കാരുടെ. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം കേട്ടോ, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് എന്നാണ് ഇതിന് പറയുന്ന പേര്. അറിയാം, എനിക്ക് നോക്കാൻ അറിയാത്തോണ്ടാണ്. ചുമ്മാ എളിമ. ഞാൻ വിചാരിക്കുന്നത് ശരിക്കും ഹനാദിനകത്ത് പെർഫോം ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കണേ. എൻ്റെ മനസ്സിലത് കാണുന്നുണ്ട്. ഇതൊക്കെ ഗ്രൂമിങ് കഴിയുമ്പോൾ മാറുമെന്നുള്ളതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു.